വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാനിവിടെ കുറച്ച് ഇളനീർ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇളനീരിൻ്റെ വെള്ളം, ഇത് പാല്, ഇത് ചൈന ഗ്രാസ്. നമുക്കിതുകൊണ്ട് പുഡിംഗ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ഇളനീരിലെ അത് ഈ പാലിൽ അരച്ചെടുക്കും. അത് നമുക്ക് ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ചൈന ഗ്രാസ് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് വരുന്നുണ്ട്. നമുക്ക് ഈ ചൈന ഗ്രാസ് ഇതിലേക്ക് നട്ടാം. ചൈന ഗ്രാസ് ഇതിലേക്ക് വാഷ് ചെയ്തിട്ട് വെക്കണം. ചൈന ഗ്രാസ് വേവട്ടെ. ഇതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഇറക്കി വെക്കാം. ഇതൊന്ന് സെറ്റാവാൻ വെക്കാം. നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇതൊന്ന് സെറ്റാവട്ടെ. കുറച്ച് സമയം ഒന്ന് പുറത്ത് വെച്ചിട്ട് നേരെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇളനീരിൻ്റെ വെള്ളം കൊണ്ടുള്ളത് ഉണ്ടാക്കിയെടുക്കാം. ഇത് സെറ്റാവട്ടെ. ഇളനീരിൻ്റെ വെള്ളം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വെള്ളം ഒന്ന് അരിച്ചൊഴിച്ച് കൊടുത്താൽ മതി. ചൈന ഗ്രാസ് അരിച്ച് വെച്ച് നമുക്ക് ഇതിലിട്ടിട്ട് വേപ്പിച്ചെടുക്കാം. അത് വേവട്ടെ. ഇപ്പം ചൈന ഗ്രാസൊക്കെ ഇതിൽ ചേർന്ന് വന്നിട്ടുണ്ട്. ഉണ്ടോ? ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇതിൽ ചേർന്ന് ഒന്ന് ചൂടാകാതെ നമുക്ക് ഒന്ന് മറ്റേ ഇളനീര് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലൊക്കെ ഒഴിച്ച് കൊടുക്കാം. പഞ്ചസാര ഒന്ന് അതിൽ മേലത്തെ ഇളനീര് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇളനീരിൻ്റെ വെള്ളം ഇതിന് മേലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. അപ്പം അതും സെറ്റായി. ഇനി ഇത് നമുക്ക് സെറ്റാവാൻ വെക്കാം. ഒന്ന് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ രണ്ടും സെറ്റാവും. സെറ്റാവാൻ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കും മുമ്പേ കുറച്ച് ഇളനീര് ഇങ്ങനെ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെച്ച് കൊടുക്കുക. അപ്പം നല്ല ഉണ്ടാവും. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് നമ്മളെ ലെയർ പുഡിംഗ് കൊണ്ട് തയ്യാറാക്കി തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ മതി. ഒരു 10 ഗ്രാമിൻ്റെ ഇത് 15 ഗ്രാം ആക്കിയാൽ മതി. അപ്പോൾ നന്നായി നമുക്ക് കട്ട് ചെയ്തിട്ട് പീസാക്കിയിട്ട് ഇങ്ങനെ ടേബിൾ മേൽ കൊണ്ടുവെക്കുമ്പം അതുപോലെ കൊണ്ടുവച്ചാൽ തന്നെ ഇങ്ങനെ പീസ് എടുക്കാൻ പറ്റും. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ലൈക്ക് ചെയ്യുക, അപ്പോൾ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.